ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ എന്താ ഫോൺ വിളിച്ചെടുക്കാതെ? ഒന്നുമില്ല. എത്ര വട്ടം വിളിച്ചടാ? ഈ ശീലൊക്കെ നീ എന്നാ തുടങ്ങി? ചേട്ടായി ചെല്ല്. ഞാൻ ചെല്ലില്ലടാ. കൂടെ പഠിക്കണ കൊച്ചിൻ്റെ ചകളടിച്ച് തിരിച്ചിട്ട് വന്നേക്കാൻ പറയടാ. ചേട്ടായി ഇതെങ്ങനെ അറിഞ്ഞേ? ഞാനറിയും. അവിടെ എന്ത് പറഞ്ഞാലും ഞാനറിയും. പറയടാ, നീ എന്തിനാ കൊച്ചിൻ്റെ അടിച്ച്? പറയേ. അത് വേണ്ട, ഇവിടെ നിന്ന് പറയണ്ട, കയറ്. കേടാ. ഇനി പറ, നീ എന്തിനാ അവിടെ തള്ളി? ചേട്ടാ ഞാനല്ല, അവിടെ എല്ലാം തുടങ്ങി. ഈ അവളെന്ന് വെച്ചാൽ അവൾക്ക് പേരില്ലേ? നീ ഒരു സീട്ടാന്നേ. അവളുടെ പേര് പറയ്. അവളുടെ പേര് കാതറിൻ. അതോളം എൻ്റെ ക്ലാസ്സിൽ പഠിക്കണതാ. അവൾക്ക് എന്നെ ഇഷ്ടമാണ്. ചേട്ടനറിയാലോ, എനിക്ക് പ്രേമൊന്നും സെറ്റാവില്ല. പല വട്ടം അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ നടക്കണ്ടെന്ന്. ഇന്നതും പറഞ്ഞ് അവളെൻ്റെ അടുത്തേക്ക് വന്നു. സൈ കെട്ട് ഞാൻ 2 കൊടുത്തു. അതിന് അവളുടെ കൂട്ടുകാരി പ്രിൻസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു. നാശം പിടിക്കാനായിട്ട്. കാണാൻ കൊള്ളാമെന്നാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു ലുക്കും ഇല്ല. പറയണ ആൾക്ക് പിന്നെ ഭയങ്കര ലുക്കാണല്ലോ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ കോമഡി കാണിക്കില്ല. എന്തായാലും നീ അവളെ തല്ലിയത് ശരിയായില്ല. ഈ സ്നേഹം തോന്നാൻ 1 സെക്കൻഡ് മതി. പക്ഷേ ഇത് മനസ്സിന്ന് പോകാൻ നല്ല പാടാ. പട്ടി പോലെ അവൾ പുറകെ വരുന്നതേ സ്നേഹം കൊണ്ടാ. അത് നീ മനസ്സിലാക്ക്. പിന്നെ നീ പറഞ്ഞില്ലേ അവളുടെ മുഖത്തിന് ഭംഗിയില്ലാന്ന്. പക്ഷേ അവളുടെ മനസ്സിന് നല്ല എളുപ്പമാണ്. മോനെ, ഈ സ്നേഹിക്കുന്ന ആൾ കൂടിയില്ലാണ്ടാവുമ്പോഴല്ലോ സഹിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു പെയിനാ. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാണ് ഞാൻ. അതെനിക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ പെമ്പിളാർ സ്നേഹിച്ച പയ്യന്മാരെ വിഷം കൊടുത്ത് കൊല്ലണ കാല. അവളെ സ്നേഹം ആത്മാർത്ഥമുള്ളതാ. നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ വേണം, അല്ലെങ്കിൽ എന്നെ പോലെ ആവും. നമ്മളെ ജീവനെ തുല്യം സ്നേഹിക്കാൻ കുറച്ച് ആളുകളെ ഈ ഭൂമിയിലുള്ളൂ. അങ്ങനെ നിന്നെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ആള് നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യ്. കറങ്ങിയൊക്കെയാണ് വീട്ടിൽ വാടാ. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞ? താൻ കോളേജിൽ നിന്ന് പഠിപ്പ് നിർത്തി പോവാന്ന് പറഞ്ഞു കേട്ടു. ആര് പറഞ്ഞു? എബിൻ. താൻ ഇന്നത്തെ കാര്യം മനസ്സ് വെച്ച് പറയല്ലേ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി. താനിത് വിട്ടുകളെ.
നീ എന്തിനാ എന്നോട് സോറി പറയണ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് മുഴുവനും എൻ്റെ ഭാഗത്താ. ഞാനാ സോറി പറയണ്ട. സോറി. ഡോ, താൻ ഈ കോളേജ് വിട്ട് പോവാലോ പ്ലീസ്. അത് വേണ്ട. ഞാൻ കോളേജിൽ വന്നാൽ നിനക്കതൊരു ബുദ്ധിമുട്ടാവും. അവസാനമായിട്ട് നിന്നെ കാണാൻ പറ്റിയല്ലോ. ഹാപ്പി ആയിടോ. പോട്ടെ, ബസ് വരാറായി. ശരി. ഡോ, സെബി, ഞാൻ ഒരു കാര്യം പറയട്ടെ. അറിയാതെ എപ്പോഴോ എങ്ങനെയോ നിന്നോടൊരു ഇഷ്ടം തോന്നിപ്പോയിടോ. അത് നിന്നോട് ഞാൻ പറഞ്ഞു. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്ത രീതി ശരിയായില്ല. പിന്നെ നീ എന്നെ തല്ലിയത് സാരില്ലടോ. പിന്നെ എല്ലാവരും പറയണ പോലെ എൻ്റെ മുഖത്തിനാ ഭംഗിയില്ലാത്ത, എൻ്റെ മനസ്സിന്. അവിടെ നീ എപ്പോഴും ഉണ്ടാവും. എന്നാ പോട്ടെ.